എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന 2 സാറ്റലൈറ്റാണ്. ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 6 ഫീറ്റ് ഡിഷിലാണ്. സെൻട്രൽ കൊടുത്തിരിക്കുന്നത് സി ബാൻഡ് സാറ്റലൈറ്റും അഡീഷണൽ കൊടുത്തിരിക്കുന്നത് കെ ബാൻഡ് സാറ്റലൈറ്റും. സാറ്റലൈറ്റിൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്താം. സെൻട്രൽ കൊടുത്തിരിക്കുന്നത് 93 ഡിഗ്രി, അഡീഷണൽ കൊടുത്തിരിക്കുന്ന കെ ബാൻഡ് സാറ്റലൈറ്റ് 98 ഡിഗ്രി. 97 ഈ സാറ്റലൈറ്റിലുള്ള ചാനൽ കിട്ടിയിരുന്നത്. ഇപ്പോൾ 98 തന്നെ മാറിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ള ക്ലാമ്പിംഗ് ആണ്. ഡിഷിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് LMBയുടെ സ്ക്യൂ വടക്കോട്ടാണ് വരേണ്ടത്. സീറോയുടെ ഭാഗം വടക്കോട്ട് ഉണ്ടല്ലോ, സീറോയുടെ ഭാഗം വടക്കോട്ട് വരണം. സി ബാൻഡിൻ്റെ കെ ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കണക്ടർ കൊടുക്കുന്ന ഭാഗം ഇടത്തോട്ടാണ് വരേണ്ടത്. എഫ് കണക്ടർ കൊടുക്കുന്ന ഭാഗം ഇടത്തോട്ട്. ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇടത് ഭാഗത്തേക്കാണ് കണക്ടർ കൊടുക്കുന്ന എഫ് കണക്ടർ കൊടുക്കുന്ന ഭാഗം വരേണ്ടത്. ഡിഷിൻ്റെ ചെരിവ് നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് 22 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ മാറ്റം സംഭവിക്കാം നിങ്ങൾക്ക്. എനിക്ക് കിട്ടുന്നത് 22 സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ ചെരിവ് വരുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഡിഷിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ കിഴക്കിൻ്റെയും തെക്കിൻ്റെയും മുകളിലോട്ടാണ് ഡിഷിൻ്റെ ചെരിവ് വരേണ്ടത്. 60 സെൻറ്റിമീറ്റർ ഡിഷ് കാണുന്നത് 97 ഡിഗ്രിയിലാണ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 6 ഫീറ്റ് മോഡിഫൈ ചെയ്ത ഡിഷ് കാണുന്നത് 49 ഡിഗ്രി സി ബാൻഡ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. ATM ഡിഷ് കാണുന്നത് 57 ഡിഗ്രിയിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നു. കെ ബാൻഡാണ് സാറ്റലൈറ്റ്. ഈ രീതിയിലാണ് നിങ്ങൾ ഡിഷ് വെക്കേണ്ടത്. 93 98 അകലം 8 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് 8 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. ഈ അകലം വരുന്നത് 8 സെൻറ്റിമീറ്റർ. ലേശം ചെരിച്ച് കൊടുത്താൽ മതി. എന്നാലും ഈ സിഗ്നൽ നഷ്ടപ്പെടില്ല. സെൻട്രൽ കൊടുത്തിരിക്കുന്ന LMBയുടെ സിഗ്നൽ നഷ്ടപ്പെടില്ല. നല്ല രീതിയിൽ സിഗ്നൽ കിട്ടും. സെൻട്രൽ കൊടുത്തിരിക്കുന്ന സി ബാൻഡ് സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ കാണിക്കാം. 93 സ്ട്രോങ് TP 4076 വെർട്ടിക്കൽ 16600 66% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ TP വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അടുത്ത TP 3925 ഹൊറിസോണ്ട് 27500 62% സിഗ്നൽ കിട്ടുന്നുണ്ട്. 93 കണക്ഷൻ ഡൈസിക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈസിക്ക് കൊടുത്തിരിക്കുന്നത് 1 ഇതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാനൽ ട്യൂൺ ആവുന്നുള്ളത്. 93 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാറ്റലൈറ്റിൽ കൊടുക്കാം. നിങ്ങൾ കൊടുക്കുന്ന സാറ്റലൈറ്റിൻ്റെ LMB ഫ്രീക്വൻസിയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഡൈസിക്ക് 1 കൊടുത്തിരിക്കുന്നത്. ഇനി ട്യൂൺ ചെയ്യാം. ഞാൻ ട്യൂണിങ് കംപ്ലീറ്റ് കാണിക്കുന്നില്ല. ഡിഗ്രി ട്യൂൺ ചെയ്തപ്പോൾ 90 ചാനൽ ട്യൂൺ ആയിട്ടുണ്ട്. കൂടുതൽ പ്രൈവറ്റ് ചാനലുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ദൂരദർശൻ്റെ ചാനലുകൾ മാത്രമായിരുന്നു ഈ സാറ്റലൈറ്റ് നമുക്ക് കിട്ടിയിരുന്നത്.
കൂടുതലും വന്നിരിക്കുന്ന ന്യൂസ് ചാനൽ, അതേപോലെ തന്നെ ഒരു മലയാള ചാനലുണ്ട് ദൂരദർശൻ്റെ, അതേപോലെ തന്നെ ദൂരദർശൻ്റെ തമിഴ് ചാനലുമുണ്ട്. ഇനി 98 ഡിഗ്രി KI ബാൻഡ് സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ ചെക്ക് ചെയ്യാം. 98 ഡിഗ്രീൻ്റെ സ്ട്രോങ് TP 11493 വെർട്ടിക്കൽ 2600 71% സിഗ്നൽ കിട്ടുന്നുണ്ട്. ഈ TP വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. രണ്ടാമത്തെ TP 11232 വെർട്ടിക്കൽ 4443 63% സിഗ്നൽ കിട്ടുന്നുണ്ട്. 98 ഡിഗ്രിയുടെ കേബിള് നേരെ കൊടുത്തിരിക്കുന്ന ഡൈസിക്കിലേക്കാണ്. നോക്കുക, ഡൈസിക്ക് കൊടുത്തിരിക്കുന്നത് 2ലാണ്. ഈ രണ്ടാമത്തെ പോർട്ടിലുള്ള ഡൈസിക്ക് ട്യൂൺ ചെയ്ത് നോക്കാം. തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ട്യൂൺ ചെയ്തപ്പോൾ 21 ചാനലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 സാറ്റലൈറ്റും നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം. നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.